എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വർഷം ഒരു ജൂനിയർ വിക്കി ഉണ്ടാവൂ? ഇല്ല. എടാ നിങ്ങൾ കല്യാണം എത്ര വർഷമായി? ഞങ്ങളുടെ ജൂനിയർ വിക്കിന് ഞങ്ങൾ കാത്തിരിക്കണം. ഞങ്ങൾ ജൂനിയർ വിക്കിന് ചിലപ്പം ബബ്ബിയുടെ വീട്ടുകാരൊക്കെ തിരിച്ചു വന്നില്ല. അമ്മ മനസ്സ് തങ്ക മനസ്സെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ആ മുഹൂർത്തത്തിന് കാത്തിരിക്കണേ. പിന്നെ എന്താ എടാ ബബ്ബയ്ക്ക് പിന്നെ ഇതാക്കിയാൽ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകാൻ UK നിൽക്കരുത്, നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ കൊണ്ട് തന്നെ ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, ഫ്രൂട്ട്സ്, ഗ്രീൻസ് എല്ലാം നമ്മൾ കഴിച്ച് സഹായിക്കും. എല്ലാത്തിനും നമ്മളുണ്ടാവും 24/7. കളിപ്പാട്ടൊക്കെ മേടിക്കാം നമുക്ക്. ഹോട്ട് വീൽസിൻ്റെ കളിപ്പാട്ടൊക്കെ മേടിക്കും. റിമോട്ട് കാർ മേടിക്കണം ഈ വലിപ്പോൾ. എന്നാൽ കൊച്ചിനെടുത്ത് ഓടിച്ചു കളിക്കാം. JCB ഒക്കെ മേടിക്കണം. പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. കമോൺ, ഇതിനൊരു ഉത്തരവാദിത്തം കാണിക്കാം കേട്ടോ. എത്ര വർഷമായില്ലേ? 5-6 വർഷമാണ്. എന്നാണ് അടുത്ത കണ്ടല്ലേ? ഓ, സ്കൈ ഡൈവ് നടത്തി. വെഡിങ് ആനിവേഴ്സറിക്ക് സ്കൈ ഡൈവ് നടത്തി. സ്കൈ ഡൈവ് മാത്രം മതിയോ? ഒരു ജൂനിയർ വേണ്ടേ? ഇങ്ങനെ ആകാശത്തൊക്കെ പറഞ്ഞു നടന്നാൽ മതിയോ? പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. അടുത്ത വർഷം നമ്മൾ കൊച്ചിന് 28 കിട്ടും. ഇല്ല, കേൾക്കൂല. ഇതൊക്കെ ഞാൻ വേണം സെലക്ട് ചെയ്യാൻ. സെറ്റ് ചെയ്യടാ. ഇതും കൂടെ ഈ ബ്ലാക്ക് ആക്കി ചേരും. ബ്ലാക്ക് ചേരുടാ, സീരീസിൽ ബ്ലാക്ക് ചേരും. നിനക്ക് അപ്പോൾ സൂചി നൂലിന്നൊരു സാധനം അപ്പം ഇതുവരെയായിട്ട് പെയർ ചെയ്യാൻ പറ്റൂടാ. നൈസായിരിക്കും. സീരീസിൽ അവർക്ക് ഈ ബ്ലാക്ക് ചേരും. പക്ഷേ മീനാക്ഷി ഇല്ലേ, മീനാക്ഷി സെയിം സാധനം ഇട്ടിട്ടുണ്ട്. യാ, ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. അതന്നെ എല്ലാം മീനാക്ഷി തന്നെ. അത് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. നീ എടുത്തങ്ങോട്ട് കൊടുക്കുക. ആൾ വരാൻ നിൽക്കുന്നു വേണ്ട അല്ലേ? നോക്കണ്ട, ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ എടുത്തേക്കണം. ഇത് സെറ്റല്ലേ? ആ അവിടെ ഒന്ന് മാറിക്കൊറാ. എന്താ ഫസ്റ്റ് ഇട്ടാണ്. മറ്റേ ബ്ലാക്ക് കൂടെ നോക്കണം. അവിയെ ബ്ലാക്ക് കൂടെ ഒന്ന് നോക്ക്, ട്രയൽ ചെയ്ത് നോക്ക്. അവസാനം എടുത്ത ഡ്രസ്സ് കറക്റ്റ് ആയില്ല, കംഫർട്ടബിൾ ആയില്ല അല്ലേ? ആ ബ്ലാക്ക് കംഫർട്ടബിൾ ആയി നമ്മൾ അത് ഡ്രോപ്പ് ചെയ്ത് അവസാനം പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുള്ള കുറച്ചൊരു വൗച്ചർ കിട്ടിയിട്ടുണ്ട്. വാങ്ങിക്കൂ. ഞാൻ 2 നേരം 3 നേരം കുളിക്കുന്നതാണ്. ഇതും കഴിഞ്ഞിട്ട് ഓടാ. മോയ്സ്ചറൈസർ, പെർഫ്യൂം, ഡെർമാറോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും ഇല്ലടാ. ഓക്കെ, ഷവർ ജെൽ ഇവിടെ ഉണ്ട്. നോക്കിയാണ് പർച്ചേസ് ചെയ്തിട്ട് തരാം. സിമ്പിൾ പർച്ചേസ്. പായസം മിക്സ്, ചിപ്സ്, ശർക്കര വരട്ടി, ഷവർ ജെല്ല്, അണ്ടർആം റോളർ, പാലക്കാടൻ മട്ട. സിമ്പിളായിട്ട് കഴിഞ്ഞ്. സിമ്പിൾ പർച്ചേസ്. മുതലാക്കി എടുത്ത് ബില്ലടിച്ചതിൻ്റെ പൈസക്ക് നമ്മൾ നേരത്തെ മുതലാക്കി എടുത്തിട്ടുണ്ട് അല്ലടാ. സിമ്പിളായിട്ട്. അങ്ങനെ വിക്കിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞില്ലേ? നിൻ്റെ ഓൾമോസ്റ്റ്. എനിക്കൊരു ചെറിയ പർച്ചേസ്. അച്ഛനൊരു ഷർട്ട് വാങ്ങണം, അനിയത്തിക്ക് ഒരു ടോപ്പോ ചുരിദാർ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം, എനിക്കൊരു ഷർട്ട് വാങ്ങണം. ആ, നിന്റെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം അപ്പോൾ അവനോട് ഇപ്പം എന്തായാലും ഇവൻ പോവും. കുറച്ച് കഴിയുമ്പോൾ ഞാനും സന്തോഷം കൂടി എൻ്റെ പർച്ചേസിൻ്റെ പരിപാടി വാങ്ങും. അങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. സന്തോഷം തപ്പി പിടിച്ച് കണ്ടിട്ടൊക്കെ വരാം. നീ ഇറങ്ങുമല്ലേ? ബായ്. നാളെ കാണാം. നാളെ അല്ല മറ്റന്നാൾ കാണാം. ഞാൻ ഇവിടെ ലൂപ്പിലാണ്. ഞാൻ വരണമെന്നുണ്ട്, പക്ഷേ ഇവിടുന്ന് പോരാൻ പറ്റട്ടെ. അതാണ് പ്രശ്നം. ഞാൻ എന്തായാലും വരും. ഓക്കെ, അവർ പോയി. രണ്ടാമത് പർച്ചേസ് ചെയ്യാൻ ആര് വന്നിരിക്കുന്നു? സുഹൃത്തുക്കളെ, സന്തോഷ് പമ്പാട്ടി വന്നിരിക്കുന്നത്. എടാ മുതലാളി വന്നത് നിങ്ങളുടെ കടയുടെ മുതലാളി ചെല്ലി. സന്തോഷേട്ടന് സത്യം പറഞ്ഞാൽ ഇവിടെ ബിനാമി ഇടപെടണം എന്നാണ് എൻ്റെ ഒരു ഇത്. സന്തോഷം ഈ കാർ എനിക്ക് തരണം പ്ലീസ്. ഈ കാർ എനിക്ക് നിങ്ങൾ എയർ ഹോഴ്സ് ഇല്ലേ സ്വതന്ത്രമായിട്ട് മേടിച്ചു. കുറേ പൈസ ഉണ്ടാക്കാണ്ടല്ലോ. ഒരു കുപ്പി പോലും കൊണ്ടുവന്നില്ല ഓണായിട്ട്. ഈ കാർ എനിക്ക് ഓക്കെ. ചാവി കൊണ്ട് എടുത്തത് സന്തോഷേട്ടനെ കാർ തരാന്നുണ്ട്. സന്തോഷേട്ടൻ്റെ സ്വന്തം സ്ഥാപനമല്ലേ? ഉണ്ടാ ആ എനിക്ക് കാറ് തരാൻ തരണം കേട്ടാ. ഇതല്ല എനിക്ക് കാറ്
കാറ് ഓക്കെ. എനിക്ക് അച്ഛനൊരു ഷർട്ട്, എനിക്കൊരു ഷർട്ട്, പെങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം. സ്പീഡ് പർച്ചേസ്, ഞാൻ സ്പീഡ് പർച്ചേസ് ചെയ്യണം. സന്തോഷം മതിയാണ്. ഇതൊരെണ്ണം എടുത്ത്, ഇതെനിക്ക് എൻ്റെ ഷർട്ട് എടുത്ത്, പിന്നെ അതിന് ഭാഗമായിട്ട് ഈ ഒരു ഗോൾഡൻ കറി ഇതോടെല്ലാം മുണ്ടെടുത്ത്, പിന്നെ അച്ഛനും ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പോലെ വെച്ച് സെയിം ഒരു ഷർട്ട് എടുത്ത്, ഒരു പ്രിൻ്റ് വരുന്ന വെറൈറ്റി ടൈപ്പ്. അവിടെ എന്തോ തെറ്റാണോ? ഓക്കെ, ഇത് ഇതുമായിട്ട് കറക്റ്റ്. ഓക്കെ ഡൺ. എടുത്തോ, പാക്ക് ചെയ്തു. ഇത് ഓക്കെ. ഇത് രണ്ടും വിളിച്ചോ, എടുത്തോ. അനിയത്തിക്ക് ഞാൻ അനിയത്തിയും കൂടി പോയി എടുത്തിട്ട് വരട്ടെ. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. അവസാനമായപ്പോഴത്തേക്കും ഫോർ പൊണ്ടാട്ടിക്ക് ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വാങ്ങിക്കുമല്ലെന്ന് കണ്ടറിയണം. വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൊള്ളല്ല. ഹായ് സന്തോഷം, നിങ്ങൾക്ക് ചേരുന്നുണ്ട്. അപ്പോൾ അത് അനിയത്തിക്ക് പിന്നെ ഒരു ടോപ്പും കൂടെ എടുത്തു. ആ ടോപ്പ് വാങ്ങിച്ചേ, ടോപ്പ് വാങ്ങിച്ചേ. ഈശ്വരാ, ഇതാ പാൻ്റെ കൂടെ ചേരും എന്നാണ് എൻ്റെ ഒരു ഇത്. ഇത് ആ പാൻ്റെ കൂടെ ചേരുമെന്നാണ് എൻ്റെ ഒരു ഇത്. അവിടെ ഇട്ടാൽ മതിയായിരുന്നു. മീഡിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, നടന്നാൽ മതിയായിരുന്നു. നടക്കുമായിരിക്കും എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് പർച്ചേസ്, എൻ്റെ പർച്ചേസ് കഴിഞ്ഞ് എനിക്കൊരു മുണ്ട് ഷർട്ട് എടുത്ത്, അച്ഛനൊരു മുണ്ട് ഷർട്ട് എടുത്ത്, അതെടുത്ത് പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇനിയിപ്പോൾ സന്തോഷമായിട്ട്, അയ്യോ സന്തോഷമായിട്ടിന് ഫ്രണ്ടും കൂടെ പർച്ചേസ് നടത്തുന്നത്. ഈ പർച്ചേസ് എപ്പോൾ കഴിയുമെന്തോ. എന്തായാലും അവരുടെ പർച്ചേസ് കഴിയട്ടെ. അവരുടെ പർച്ചേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സന്തോഷത്തിൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടത് വെച്ചാൽ എൻ്റെ ഞാൻ എല്ലാം പർച്ചേസ് കഴിഞ്ഞ് അച്ഛൻ്റെ ഷർട്ട് എടുത്ത് എനിക്കൊക്കെ എടുത്ത് കഴിഞ്ഞ് എനിക്കൊന്ന് പെട്ടെന്നൊന്ന് പോകേണ്ട ഒരു ചെറിയ അത്യാവശ്യം. ഒന്ന് വിക്കി വിളിച്ചിട്ടൊന്ന് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല. അമ്മ അവിടെയാണ് ഇപ്പോൾ നാട് എല്ലാം പറഞ്ഞ് വിക്കി വിളിച്ച്. അപ്പം ഞാനെന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യമായിട്ട് വിളിച്ചായിരിക്കും. സോ അങ്ങോട്ട് പോവാം. അപ്പുറത്തേക്കാണ് ഇപ്പോഴെന്നാ പറഞ്ഞത്. അങ്ങോട്ട് എല്ലാം പറഞ്ഞ്. അപ്പോൾ സന്തോഷമായിട്ട് എൻ്റെ ബില്ലും കൂടെ അടിച്ചിട്ട് വരുമ്പോൾ സെപ്പറേറ്റ് ബില്ലാക്കി മതിയില്ല. സന്തോഷമായിട്ട് ഒറ്റടിക്ക് അടിക്കാൻ നേരത്ത് അത്രയും പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കയറും. സോ ഞാൻ പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പോട്ടെ. വിക്കിയുടെ വണ്ടിക്ക് ചെറിയൊരു പണി കെട്ടിയായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ വീണ്ടും തിരിച്ച് എവിടെ വന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതെന്തിനാണ്? ഓഹോ, അത് അവിടെ രണ്ടും ഒരു സോസ്പാൻ ഉണ്ട്, ഒരു നോൺ സ്റ്റിക് തവയുണ്ട്. ഇത് കഴിക്കാനായിട്ട് ഇത്രയും വലിയ സാധനം. ഇത് 2-3 വർഷം ഇരിക്കും ഇത് സാധനം. സന്തോ പായസം മിസ്ക്ക് മേടിക്കും. പായസം വെക്കാം. അല്ല ഇന്ന് വെക്കാം. കഴിഞ്ഞ സന്തോഷം പർച്ചേസ് പർച്ചേസ് ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹൈപ്പർ വിവിധം ഏകദേശമായി. ഇനിയല്ല ഒരു പിസ്സ ബദാം എനിക്കൊരു തകർന്ന് പിടിച്ചിരിക്കും. ഏത് ജാസാന്? ഞാൻ ഷാർജ ഷേക്ക് മേടിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സന്തോഷല്ലേ ഒരെണ്ണം മേടിച്ചില്ല. നേരത്തെ ഒരു ഷാർജ മേടിച്ചെന്ന് പറഞ്ഞു. ബാക്കി കല്യാണിൻ്റെ ബില്ല് മൊത്തം ഞാനാ. ദൈവമേ, ഇങ്ങനെ എന്നെ കൊലക്ക് കൊടുക്കുമോ? സന്തോഷൻ്റെ കട വീട്ടിലേക്കുള്ള പർച്ചേസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് വെസ്റ്റ് സൈഡിലേക്ക് വന്നത്. എനിക്കൊരു കാർഗോ പാൻ്റ് ഒക്കെ ആയിരുന്നു. കുറേ നാൾ ആഗ്രഹമാണ് കാർഗോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതുപോലത്തെ, അതായത് നമ്മുടെ ഹാഷിംബർ വന്ന ഹാഷ് ബോക്സ് ടീഷർട്ട് പോലത്തെ വേറൊരു JC ടൈപ്പ് ഒരു റെഡ് ടീഷർട്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു കാർഗോ ഉണ്ടോ തപ്പാൻ വന്നാൽ പോയി നോക്കണ്ടേ കിട്ടുമെന്നുള്ളത്. എത്ര സമയമാണ് അറിയാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് സാധനം ഇവിടെ ഇല്ല. കിട്ടാൻ ഒരു ബാഗ് ടൈപ്പ് കാർഗോ നോക്കുന്നത് ഇല്ല. സോ നമ്മൾ വേറെ കടയിൽ പോയി നോക്കാം. അവസ്ഥ അങ്ങനെ ഞാൻ എന്താ പറയുക, ഒരു കാർഗോയും തപ്പിപ്പോയി അവസാനം കാർഗോ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു കളർ കാർഗോ വാങ്ങിച്ചു. പിന്നെ ഞാൻ മരുന്ന് വയ്ക്കേണ്ടി നമ്മുടെ ബ്രോഡ്ബിൽ കണ്ടപ്പോൾ ഈ ഒരു ചുമല ടീഷർട്ട് നൈസായിരുന്നു. ഞാൻ എൻ്റെ ഇതിനകത്ത് ഇൻസ്റ്റയിൽ അതിൻ്റെ പിക്ക് ഇട്ടേക്കാം. ഓക്കെ, പിന്നെ ഇവിടെ അച്ഛനും അനിയത്തിക്കും എനിക്കും അവർക്കും കൂടെ ഡ്രസ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. അയ്യോ പടം പിണ്ടോളായി. അയ്യോ, അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഓണം ഫൈനൽ ഷോപ്പിംഗ് വീഡിയോ? നല്ലതല്ലായിരുന്നോ? അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. പോയി കിടന്ന് ഉറങ്ങണം. നാളെ വീട്ടിലേക്ക് പോകണം. അപ്പം വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.